ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നോർക്ക ആൻഡ് ഒഡിപെക്ക് ഇതുവഴി നമുക്ക് നഴ്സുമാർക്ക് പുറത്തു പോകാനുള്ള അവസരം പലർക്കും അറിയില്ല. അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. വീഡിയോ മുഴുവൻ കാണണം, സ്കിപ്പ് ചെയ്യരുത്. എന്നാലാണ് ഇതിൻ്റെ പ്രയോജനം കുറച്ച് പേർക്കെങ്കിലും കിട്ടുകയുള്ളൂ. നിങ്ങൾക്കറിയാവുന്ന എല്ലാ നഴ്സുമാർക്കും മാക്സിമം ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാ നഴ്സുമാരിലേക്കും എത്തിക്കുക. ഞാൻ നോർക്ക വഴിയാണ് പുറത്തു പോയത് സൗദിയിലേക്ക്. പ്രൈവറ്റ് ഏജൻസി വഴി അതേ ഹോസ്പിറ്റലിലേക്ക് വന്ന കുട്ടികളെ എനിക്ക് പരിചയമുണ്ട്. 2-3 ലക്ഷം രൂപ ചെലവാക്കി അതേ ഹോസ്പിറ്റലിൽ അതേ സാലറിയിൽ വന്നുവിട്ട കുട്ടികളെ എനിക്ക് പരിചയമുണ്ട്. അവർ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അതായത് നോർക്ക എന്താണെന്നോ എങ്ങനെ അതിൽ രജിസ്റ്റർ ചെയ്യാമെന്നോ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതും അവർക്കറിയില്ലായിരുന്നു. അതിൽ പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് എങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. അറിയില്ലാത്ത കുറച്ച് പേർക്ക് ഇന്ന് പ്രയോജനമാവട്ടെ എന്ന്. അങ്ങനെ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് നോർക്ക വഴി അല്ലെങ്കിൽ ഒഡിപെക്ക് വഴി പുറത്ത് പോകാൻ കിട്ടുക എന്നുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ല പാവപ്പെട്ടവരായ നഴ്സുമാർക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സർവീസ് ചാർജാണ് അവർ വാങ്ങത്തുള്ളൂ. മാക്സിമം ഈ വീഡിയോ കാണുക, എല്ലാവരിലേക്കും എത്തിക്കുക. അങ്ങനെ നോർക്ക വഴി അപ്ലൈ ചെയ്ത് സൗദിക്ക് പോയതിന് എനിക്ക് ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷത്തിന്റെ താഴെയാണ് ചെലവ് വന്നിട്ടുള്ളൂ. പല ഏജൻസിക്കാരും സർവീസ് ചാർജ് മാത്രം 2-3 ലക്ഷം രൂപയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു പ്രയോജനമുള്ള കാര്യമാണ്. നമുക്കതിൽ അപ്ലൈ ചെയ്ത് കിട്ടിയ ഫസ്റ്റ് അതിൽ രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുക. പിന്നെ അവർ ഇൻ്റർവ്യൂവിനെ വിളിക്കും. ആ ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ ഓക്കെ ആണ് എങ്കിൽ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയും. പിന്നെ ഡാറ്റ ഫ്ലോ ഉണ്ടായിരിക്കും. പിന്നെ പ്രോമെട്രിക് എക്സാം, ചിലപ്പോൾ എക്സാം അവിടെ ചെന്ന് എഴുതിയാൽ മതി എന്ന് പറയും, ചിലപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എഴുതിയിട്ട് പോവാം. അങ്ങനെയൊക്കെ വളരെ കുറഞ്ഞ ചാർജ്, അവരുടെ സർവീസ് ചാർജ് എന്ന് പറയുന്നത് 10-30,000 രൂപയുടെ താഴെയായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് നോർക്ക വഴി അല്ലെങ്കിൽ ഒഡിപെക്ക് വഴി പുറത്ത് പോകാൻ കിട്ടുക എന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് എങ്ങനെ നോർക്കയിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. നോർക്കയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതിൻ്റെ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. www.norcaroute.org അതാണ് അതിൻ്റെ വെബ്സൈറ്റ്. നമ്മളത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് അത് ഓൺ ആക്കുക. അതിൽ സൈനപ്പ് ഉണ്ടാവും. അതിൽ ചെന്ന് നമ്മൾ രജിസ്ട്രേഷൻ ഫോം വരും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ടാവും. അതെല്ലാം മൊബൈൽ നമ്പർ, യൂസർ നെയിം, പാസ്വേഡൊക്കെ അടിച്ചിട്ട് ഒരു അക്കൗണ്ട് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ അതിനകത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ അതിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡിൽ എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസിൻ്റെ ഓൾ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ അതിൽ ലാസ്റ്റായിട്ട് നമ്മുടെ ഇമേജ്, നമ്മുടെ ഒരു ഫോട്ടോ, അത് നമ്മൾ അതിൽ കയറ്റാൻ പറ്റും, ഡൗൺലോഡ് ചെയ്ത് കയറ്റാൻ പറ്റും. അങ്ങനെ ചെയ്യണം. അത് കഴിഞ്ഞ് സിഗ്നേച്ചറും ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആവും. പിന്നെ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ജോബ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൽ ഏത് ജോബാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കാണോ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഉണ്ടാവും. അത് നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് അതിലേക്ക് അപ്ലൈ ചെയ്യാം. അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം നിലവിൽ നോർക്ക ഒഡിപെക്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒന്നും ഞാൻ കണ്ടില്ല നോക്കിയിട്ട്. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊരു കാര്യം ആണ് ഇതിൽ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. നമുക്ക് അറിയാൻ പറ്റില്ല എന്തെങ്കിലും വന്ന് കിടന്നാൽ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അക്കൗണ്ട് എടുത്ത് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നമ്മൾ എത്ര നഴ്സുമാർക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല. അറിയില്ലാത്തവർക്ക് ഇതൊരു പ്രയോജനമായിരിക്കട്ടെ. മാക്സിമം ഷെയർ ചെയ്യുക. ഈ ഞങ്ങളുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്